ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ സ്വന്തം 360 ഡിഗ്രി ഗെയിം ഷോ യുവർ ഓൺ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലവേഴ്സിന്റെ സ്മാർട്ട് ഷോയുടെ സ്വാഗതം പറയുമ്പോൾ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഓഡിയൻസിനും ഒരു മേജർ സ്വാഗതം പറയട്ടെ. ഈ 360 ഡിഗ്രി ഷോ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു സെറ്റിന്റെ കാരണം കൊണ്ട് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക്, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്, നമ്മുടെ ഇവിടെ വന്ന് പങ്കെടുക്കുന്ന സ്മാർട്ട് സ്റ്റാർസിന് ഒക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഏക ഷോ ആണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന ഈ ഒരു സ്മാർട്ട് ഷോ. Now it's time to welcome the smart stars. നമുക്ക് ആദ്യമായി എത്തുന്ന സ്മാർട്ട് സ്റ്റാർസ് ടീം എയിലേക്ക് വരുന്നത് സ്വന്തം കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ സിനിമ എന്ന് പറയുന്ന സ്വപ്നം അത് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നേടിയെടുത്ത് കൊണ്ട് നിൽക്കുന്ന രണ്ട് പൊൻ താരങ്ങളാണ്, പെൺ താരങ്ങളാണ്. ലെറ്റ് മീ വെൽക്കം ഡോക്ടർ ആതിര ഹരികുമാർ ആൻഡ് അഞ്ജു എബ്രഹാം. ആദ്യം ഡോക്ടർ ആതിര എടുത്ത് ചോദിക്കട്ടെ. ഡോക്ടർ ആതിര ഇരിക്കവേ തന്നെ സിനിമയിൽ എങ്ങനെ കയറി? ഡോക്ടർ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഡോക്ടറായതാ. ആണല്ലേ? നമുക്കൊരു താല്പര്യമില്ലായിരുന്നു. അതെ അതെ. അതാ പല്ല് കാണുമ്പോൾ അറിയാം പ്രത്യേകമായി ഇതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ആതിര എങ്ങനെയായിരുന്നു ഫിലിം ജേർണി ഒന്ന് പറയാമോ? ചെറുപ്പത്തിലെ സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷെ വീട്ടുകാർ പറഞ്ഞു ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിലുണ്ടായതിനു ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ച് ഇറങ്ങിയപ്പോ തൊട്ട് ഓഡീഷൻസിന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജിബൂട്ടി ചെയ്തു. പിന്നെ അതെ, സിനു സാറിന്റെ പടം പാൽത്തു ജാൻവർ ചെയ്തു. അതെ, പിന്നെ നടന്ന സംഭവം ചെയ്തു. ബിഷറിന്റെ പടം ചെയ്തു. ഇപ്പൊ ഇന്നലെ ഒരു സിനിമ റോംകോം എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്തു. അതിനകത്ത് ലീഡാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടുകാർക്കുള്ള സമാധാനം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സമാധാനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ മറ്റേയാൾ അങ്ങനെയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പാഷൻ ആയിട്ട് തന്നെ ഫോളോ ചെയ്യാണ്. എന്റെ പേര് അഞ്ജു എബ്രഹാം. ഞാൻ കട്ടപ്പനയാണ് എന്റെ സ്വന്തം സ്ഥലം. ഓക്കെ, ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു പഠിക്കാൻ. ഞാൻ MSc മാത്സ് BEd പഠിച്ചു. പിന്നെ അതൊരു സൈഡിൽ വെച്ചിട്ട് ഇല്ല, എനിക്ക് ശ്രമമില്ല, വീട്ടുകാർ ശ്രമിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാഷനൊക്കെ ചെയ്തു. ആക്ടിങ് ചെയ്യുന്നു, ആങ്കറിംഗ് ചെയ്യുന്നു, പാടുന്നു, എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ are you guys married? No. മോശം കാര്യമൊന്നുമല്ലെന്ന്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. കല്യാണം കഴിച്ചു. അഞ്ചു മാരീഡ് അല്ലേ? ആദ്യം മാരീഡ് അല്ല, സമ്മതിച്ചു. നോ, ആദ്യം പറഞ്ഞു ചോദിച്ചു റോങ് ആയി പോയി. ഞാൻ മാരീഡ് ആണ്. ഹസ്ബൻഡ് പേര് നിജോ. ഞങ്ങൾക്കൊരു മോളുണ്ട്. അവളുടെ ഫസ്റ്റ് മൂവി ഓൾസോ റീസെന്റ് റിലീസായി. എന്ന് പറയുന്ന മൂവി ദിലീഷ് ചേട്ടന്റെ മോളായിട്ട് അവളാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിഹാര, ഹെർ നെയിം ഈസ് നിഹാര. അടിപൊളി. അപ്പൊ ഞാൻ അത് ചോദിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഈ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും നമ്മളെ ഇങ്ങനെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് പക്ഷെ കല്യാണം കഴിയുമ്പോ ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളപ്പോ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതിന് ആ ഫ്രീഡത്തിൽ നമുക്ക് സിനിമ ഇതെന്നൊക്കെ പറഞ്ഞ കുറെ പാഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണോ അഞ്ജുന്റെ? ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ബിഫോർ ഓൾസോ. പക്ഷെ ഞാൻ നിജു അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് നിജോയോട് സംസാരിച്ചു. പുള്ളിയുടെ പാരന്റ്സിനോട് as well സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം അവർക്ക് പിന്നെ തോന്നരുതല്ലോ. ഓക്കെ, അതങ്ങനെ തന്നെ. നമുക്ക് ഇന്ന് വേണ്ടി എന്തൊക്കെ ചെയ്തു തരേണ്ടി വരും? പാട്ട് പാടി തരേണ്ടി വരും.
നമ്മളെ പുള്ളിക്കാരിയെ കൊണ്ട് നമ്മുടെ പല്ല് നോക്കിക്കും. അതിര ആൻഡ് അഞ്ജു വെൽക്കം. താങ്ക് യു. അറിയാലോ ഈ ഓടാൻ തയ്യാറായിക്കോളൂ, Ready ആയിട്ടാ എങ്കിലേ വന്നേക്കുന്നെ. നേടാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? അവിടെയുള്ള സാധനങ്ങളൊക്കെ നോട്ടായിട്ട് വെച്ചിട്ടുണ്ടോ? അതെ, വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്ത വരാൻ പോകുന്ന സ്മാർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫാമിലി മാനും കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം ദീപു മോഹൻ ആൻഡ് ശില്പ ശ്രീനിവാസ്. ശില്പ വരൂ. വെൽക്കം വെൽക്കം ശില്പ, വെൽക്കം. താങ്ക് യു. ഇത് ഫുൾ സപ്പോർട്ടിന് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ദീപു ശില്പ വെൽക്കം. ആദ്യമേ പറയട്ടെ, ദീപു ഒരു പടം എന്നുള്ള റിലീസായല്ലോ, എന്താണ് അഭിപ്രായം? ഇടുപടാണ് ദാവീദ്. അതെ, എന്റെ കൂട്ടുകാരന്റെ സ്വന്തം പടം. വിഷ്ണു വിഷ്ണു ഗോവിന്ദ്, ദീപു അല്ലേ? രാജീവൻ. ഞങ്ങള് അടിച്ചു പൊളിച്ച് ചെയ്ത പടാണ്. ആണ്. പെപ്പെ പൊളിച്ചിട്ടുണ്ട്. ഓ, അത് അച്ചു. എല്ലാവരും ഭയങ്കര അഭിപ്രായം പെപ്പയുടെ, പ്രത്യേകിച്ച് പെർഫോമൻസിന്റെ ഭയങ്കര മേക്ക് ഓവർ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിലിമാണ്. റിയലിസ്റ്റിക് ഫിലിമാണ്. കാണേണ്ടതാണ്. മസ്റ്റ് വാച്ച് ഫിലിമാണ്. ആണ്. സ്വന്തം പടത്തിൽ ഇങ്ങനെ തള്ളരുത്. ശില്പ ഇത് തന്നെ, വീട്ടിൽ ഇത് തന്നെ സിറ്റുവേഷൻ അതെ അതെ, ആണല്ലേ? ഭയങ്കര തള്ളാണ്. പാവം, സ്വന്തം പടത്തിനെ പറ്റിയല്ലേ, പറഞ്ഞോട്ടെ അല്ലേ? ഞാൻ കേട്ടിരിക്കും, അവസാനം വരെ കേട്ടിരിക്കും. ശില്പ എങ്ങനെ പുള്ളിയുടെ ഈ ഒരു ഫിലിം പാഷൻ ഭയങ്കര ഹെവി ആയിട്ട് കൊണ്ടുപോകണം, അതേസമയം ഐ ഹേർഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഹോം മേക്കർ ആസ് വെൽ. എങ്ങനെയാണ് പുള്ളി? തള്ളിക്കോ. അല്ല എനിക്ക് പറയാൻ പറ്റുള്ള വാക്കുകൾ കിട്ടുന്നില്ല. അല്ല, ജോബിൽ തന്നെ പുള്ളി ഒന്നാമത് ട്രാവലിംഗും അതൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരുന്ന എനിക്ക് ശീലമാണ്. ആ, ശരി. പക്ഷേ ഒരു ഞാൻ കേട്ട ഒരു വാസ്തു ഇതാണല്ലേ, സ്പെഷ്യലിസ്റ്റ് ആണ്, ഇന്റീരിയർ ഡിസൈനർ ആണ്, കൺസൾട്ടന്റ് ആണ്, എന്റെ വാസ്തു കൺസൾട്ടന്റ് ആണ്. വാസ്തുഭൂഷണം ചെയ്തിട്ടുണ്ട്. ഓ, ശരി. കാണിപ്പയ്യൂർ തിരുമനിയുടെ കീഴില്. ഓക്കെ, നമ്മുടെ ഈ 360 ഡിഗ്രി സെറ്റ് കണ്ടിട്ട് വാസ്തുവിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഹോമം വേണം. ഹോമം വേണം. ഞാൻ ചെയ്തോളാം. അതെ അതെ, ഇനി അത് ചെയ്യോ ദീപു? കുമ്പിടിയാ. കുമ്പിടിയല്ലേ? സോ രണ്ടുപേരും സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പരിചയപ്പെട്ടല്ലോ നിങ്ങൾ ഓൾറെഡി അവിടെ ഞങ്ങൾ ഓൾറെഡി മത്സര ബുദ്ധിയായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അതാണ് പുള്ളിക്കാരൻ നേരത്തെ കാല് വെച്ച് തട്ടി വീഴ്ത്താനൊക്കെ നോക്കി. അതെ 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 അതെ, മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ഒള്ളി കോമ്പറ്റീഷൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഇനി ഞങ്ങൾ ശത്രുക്കളാണെന്ന് പറഞ്ഞു. മതി, അത് അറിഞ്ഞാൽ മതി എനിക്ക്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ റെഡി ആണല്ലോ? തുടങ്ങാലോ നമുക്ക്? Get ready for round 1. Rapid shopping round. ഓടു വാരു നേടു. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ തരുന്നത് 2 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി പങ്കെടുക്കാം. So hands on the buzzer. Question number 1. ചോദ്യം ഇതാണ്: പങ്കെടുക്കുന്നവരെ ഇരുട്ടിലാക്കുന്ന മത്സരം ഏതാണ്? അതാ അവിടെ ബസർ അമർത്തി. ഡോക്ടർ ആതിര പ്ലീസ്, ആതിര പറയും. കണ്ണുകുത്തിക്കളി അല്ലേ? അല്ലേ, കറക്റ്റ് അല്ലേ? അതെന്താ അങ്ങനെ പറയണേ? കണ്ണുകുത്തിട്ടല്ലേ കളിക്കുന്നത്? അയ്യോ, കണ്ണുകുത്തി കളി എന്ന് പറയുന്നത് കണ്ണുകുത്തി. അപ്പോ ഈ ഉത്തരം ശരിയാണ്. 1000 points. ആരാ പോണ ഷോപ്പ് ചെയ്യാൻ? ആതിര പോവാ അല്ലേ? ഓടു വാരു നേടു ഗോ. ആതിര, here you go with your basket. 1000 രൂപയാണുള്ളത്, സൂക്ഷിച്ചെടുക്കുക. You have 30 seconds with you. സമയം എടുത്തു. 1000 രൂപയ്ക്ക് മുകളിൽ പോകരുത്. You have 10 more seconds. 9, 8, 7, 6. ഗുഡ് ജോബ്, താങ്ക് യു. റെഡി, ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞു. യെസ്. എനിക്ക് ആദ്യം കിട്ടിയ സാധനം എന്താ അറിയാമോ? ചന്ദ്രിക സോപ്പ്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു. ഒരെണ്ണം കൂടി എടുക്കായിരുന്നു. അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇനി കിട്ടില്ലല്ലോ, പോയില്ലേ? ഫ്രീ അല്ലേ ചേട്ടാ? കടയിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ അത് തിരിച്ചു തരുമാരില്ല. ഓ സാഡ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രൈസ്. 270. ഒരൊറ്റ ഐറ്റത്തിൽ 270. ഇനി എന്താവുന്നു നമുക്ക് നോക്കാം. പഞ്ചസാരയുടെ വില എത്രയാ?
56 രൂപ. 56. Yeah. വീട് നോക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് എക്സാക്ട്ലി 56 രൂപ. 326 ഓക്കെ. ശരി, എരിമപ്പുളിയൊക്കെ വേണം അല്ലേ? ഇരിക്കുവായിരുന്നു മുളക് പൊടി. 190. ഓക്കെ. 516. ഇനിയും 3-4 ഐറ്റം ഉണ്ടല്ലോ. 516 ഉപ്പല്ലേ? ആ കുഴപ്പമില്ല. അല്ല എണ്ണയാണല്ലേ? അയ്യോ. ഗോൾഡ് വിന്നർ നമ്മുടെ സ്പോൺസറും കൂടിയാ. 200. 170. ഓക്കെ, 686 ആയി കഴിഞ്ഞു. Okay. 190. 204. Okay. ഓ, ടച്ച് ആൻഡ് ഗോ ആണല്ലോ. 890 ആയി അല്ലേ? അയ്യോ. 1034 തീർന്നിട്ടില്ല. ഇതും കൂടി ഉണ്ട്, അതും കൂടി ചേർത്തോ. ഒരെണ്ണം കൂടി ഉണ്ട്. 120. 1154. Okay. 154 രൂപ കൂടി. കൂടിപ്പോയി. ആവേശം ഉണ്ടായിരുന്നു അവിടെ അവസാന നിമിഷം. എല്ലാം കൂടി എടുക്കാനായിട്ട് അല്ലേ? അങ്ങനെ ഇല്ല ചേട്ടാ. ഇല്ല, എന്താ കേറിയപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ എന്തെടുക്കണം എനിക്ക് തോന്നി അവിടെ അവസാനമായി. പക്ഷെ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്ന രീതി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കറക്റ്റ് ഞാനും ആയിരിക്കും. വിചാരിച്ചായിരുന്നു. ഉഴുന്നു പരിപ്പിനൊക്കെ ഇത്രയും വില ആകുന്ന ആരെങ്കിലും വിചാരിക്കും അല്ലേ? എപ്പോഴാ അവർ ഇത്ര വില കൂട്ടിയത്? അവർ ഇന്നലെ. അതുകൊണ്ടാണ്. അതെ. ഇത് നമുക്ക് മീനാക്ഷിക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ? അതെ അതെ. മീനാക്ഷി, ഇത് മീനാക്ഷി തിരിച്ചെടുത്തോ. ദാ. ഹാ. പക്ഷേ ഇനിയും നിങ്ങൾക്ക് തന്നെ ചാൻസ് ഉണ്ട്. കാരണം ആ ക്വസ്റ്റ്യൻ അടുത്തത് അവർ ആൻസർ ചെയ്തില്ലെങ്കിൽ യു കെൻ സ്റ്റിൽ ഗോ അഗൈൻ. ഓക്കെ. പക്ഷെ അവർക്ക് കൊടുക്കാതിരിക്കേണ്ടത് നിങ്ങളുടെ ചോദ്യം. റെഡി? പൊളിക്കണം. ഹാൻഡ്സ് ഓൺ ദ ബസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഏറ്റവും മൂല്യമേറിയ നോട്ട് ഏതാണ്? യെസ്. 500. 2000 ഒഴിവാക്കി. 1000 നോട്ടപ്പോ ഇല്ലല്ലോ, അതെന്ത് പറ്റി? ഒഴിവാക്കിയില്ലേ? ഡിമോണിറ്റൈസേഷൻ. എന്നിട്ട് പുതിയത് വന്നല്ലോ. 1000 പിന്നെ വന്നില്ല. ആര് പറഞ്ഞു വന്നില്ല? 2 ആഴ്ചയായി പത്രം വായിച്ചിട്ട്. 500 തന്നെയാണ് ശരിയായ ഉത്തരം. എനിക്കത് ഇഷ്ടപ്പെട്ടു. 500 ഞങ്ങൾക്ക് വേറെ ഉത്തരം. ആ ചേട്ടൻ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ വലിയ കൺഫ്യൂസ് ആയി അത് കണ്ടപ്പോ. ഓക്കെ, അപ്പൊ കിട്ടിയിരിക്കുകയാണ്. Yes. 30 seconds of time for rapid shopping. Yes. ആരാ പോകുന്നത്? രണ്ടുപേരിൽ നിന്ന്. ഞാൻ പോവാം. അപ്പോ ഓടൂ, വാരൂ, നേടൂ, ഗോ. ചേട്ടാ 20 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. വേഗം എടുത്തോ. 30 സെക്കൻഡ് ഉണ്ടായിരുന്നത് 20 സെക്കൻഡ്. ചേട്ടാ 15 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 10 സെക്കൻഡ് കൂടി ഉള്ളൂ. പോരെ, പോരെ. 5, ഇത് നമുക്ക് സ്കാൻ ചെയ്യണോ? കൊടുത്തേക്കാം. അതെ. എന്തൊക്കെയുണ്ടെന്ന് ചുമ്മാ പറയട്ടെ. യെസ്. മാറ്റിക്കരുത് please. തുണി കഴുകാനുള്ള ഒരു ബാർ സോപ്പ് കഴുകാലോ? അവിടെ വലുതുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും ചെറിയ കോഫി. നെയ്യിട്ട് കുടിക്കുമായിരിക്കും അല്ലേ കോഫിയിൽ? ഒരു 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 ശരിയൊക്കെ സാധനങ്ങൾ എടുക്കാനുള്ള ഒരു മനസ്സിലാവസ്ഥ. അതെ, 1000 രൂപയുണ്ടല്ലോ. ഇനി ഇതിനൊക്കെ ഞാൻ വീട്ടിൽ പോയി വാങ്ങിക്കണല്ലോ എന്നുള്ളതാ പ്രശ്നം. ഒരൊറ്റ സാധനത്തിൽ 370. 270. അത് കൊള്ളാം. കോഫി പൊടി 250. അത് വലുതിന്. ഇത് 75 രൂപ. 75. 75. എല്ലാം കൂടി 445. രൂപ. ഒരു മാങ്ങയെങ്കിലും എടുത്തോണ്ട് വന്നു ചേട്ടാ. എന്തായാലും കൊള്ളാം. 500 പോലും തയ്ക്കാതെ സമ്മാനം നേടിയെടുത്ത നമ്മുടെ ദീപുവിനും ശില്പയ്ക്കും 2 പേർക്കും വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ റൗണ്ട് 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരുപാട് സാധനം എടുത്ത നിങ്ങളും ഒത്തിരി പൂര സാധനങ്ങൾ എടുത്ത് ദൈവം. അതെ, ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് കിട്ടിയ ടീമിനെ ഇഷ്ടപ്പെട്ട്
ഒന്ന് ആശാന്റെ നെഞ്ചത്ത്, മറ്റൊന്ന് കളഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്, സന്തോഷമുണ്ട്. അപ്പോ ലെറ്റ്സ് ഗോ ഫോർ റൗണ്ട് 2. നൗ ഫോർ റൗണ്ട് 2, ഡ്യുവൽ ട്രയൽ. രണ്ടിലൊന്നറിയാം. ഈ ഗെയിം, ഈ റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടത്തെ ഉത്തരങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ടീമിനും ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉത്തരം പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ ഓഡിയൻസ്. ലെറ്റ്സ് ഗോ ഫോർ റൗണ്ട് 2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ടീം എ. ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഓഡിയോ ക്ലിപ്പാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. Every single day I will be fighting for you, and with every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. അപ്പോ കേട്ടു, എല്ലാരും കേട്ടു. അതിനകത്ത് പറഞ്ഞ ഓരോ വാക്കുകളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടായിരുന്നു. ചില വാക്കുകൾ അതിനകത്ത് പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയോ? IELTS എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ആ കേട്ടതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് അർത്ഥം. വോയിസ് ഏതാന്ന് സാറിനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ആരുടെയാണെന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതല്ലല്ലേ ക്വസ്റ്റ്യൻ? അത് മാത്രം മതി ചോദ്യം ആണോ? അല്ല, അങ്ങനല്ല. ശരി, എന്നാൽ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ ആ ചോദ്യം ചോദിക്കാം. ഏത് ലോക നേതാവിന്റെ ശബ്ദമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എന്ത്? അല്ലേ? അല്ലേ? തോന്നുന്നേ അല്ലേ? അതെ, ആണെന്നാ തോന്നുന്നത്. ആണെന്നാ തോന്നുന്നേ. ഓഡിയൻസ് എന്ന് തോന്നുന്നു. സത്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സൗണ്ട് തന്നെയാണ് നമ്മളിവിടെ കേട്ടത്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ടാസ്ക് എന്നറിയാനായിട്ട് ലെറ്റ്സ് ഗോ ടു നിലവറതൻ റാണി. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ ടാസ്കിലേക്കാണ് പോകുന്നത്. ടാസ്കിന്റെ പേര് മിഠായി പെറുക്കൽ. അപ്പൊ എന്റെ മുമ്പിലായിട്ട് 3 ഡിഫറെന്റ് കളർ ടേപ്സ് ഒട്ടിച്ചിട്ടുള്ള 3 കപ്സ് ഉണ്ട്. നിങ്ങളുടെ ഗെയിം വളരെ സിമ്പിൾ ആണ്. 1 അറ്റ് എ ടൈം ആയിട്ട് 5 ജെംസ് എടുത്തിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു കപ്സിലേക്ക് ഇടുക. ഈ ഗെയിം കളിക്കേണ്ട റൂൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അറ്റ് എ ടൈം ആണ് ഇടാൻ പാടുള്ളൂ ആൻഡ് ഒരു കയ്യെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ 45 സെക്കൻഡ്സ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കാനായിട്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മീനാക്ഷി, താങ്ക് യു. വെരി സിമ്പിൾ. മിഠായി പറക്കുക. ഓൾറെഡി ഷൂയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു, റെഡിയാണ്. അപ്പൊ ഓടൂ, വാരൂ, നേടൂ, go. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അടിയിലൂടെ ഊന്നേറിക്കോ. അതാണ് കളറ്. 1 അറ്റ് എ ടൈം. 2, 3, 4, 5. വെരി ഗുഡ്, വെരി ഗുഡ്. 1, 2, 3, 4, 5. നെക്സ്റ്റ് വൺ. 1, 2, 3, 4, 5. കംപ്ലീറ്റ് ചെയ്തു. ഗിഫ്റ്റ് എടുത്തോ? സമയം നോക്ക്. 5 സെക്കൻഡ് കേട്ടോ. ഇനിയുണ്ട് സമയം. എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ എന്ന് കാണണ്ടേ? ആദ്യം ഒരു ഉഗ്ര കൈയ്യടി കൊടുത്ത് ഗംഭീരമായിട്ട് കളിച്ച് ഭയങ്കര കാമാണ്, ഭയങ്കര പോയിസ് ആയിട്ട് കളിച്ചു കേട്ടോ. വേറെ ഇതൊന്നുമില്ല, ഭയങ്കര ധൃതി ഒന്നും കാണിച്ചില്ല. പക്ഷെ ഇറങ്ങി വന്നപ്പം ഒരു ഇച്ചിരി ധൃതിയായി പോയി. ഒരു സാധനം കൂടിയൊക്കെ എടുത്ത് വെക്കാനുള്ള സമയം ആണ്. ടൈം നോക്കണം, അപ്പോഴാണ് നമുക്ക് പിടിച്ചപ്പോ ഇത്തിരി വലുതായതുകൊണ്ടേ സ്ഥലമില്ല. നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോ കിട്ടിയിരിക്കുന്നത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകിയിരിക്കുന്ന ഒരു ഗ്യാസ് സ്റ്റൗ. കഴിഞ്ഞില്ല. അടുത്ത സമ്മാനം വളരെ അത്യാവശ്യമുള്ള ഒരു സമ്മാനം. ഒരു ഞൊടിയിടയിൽ സോഡ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സോഡ മേക്കറാണ് പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും അഞ്ചു മാതിരിയും സ്വന്തമാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഈ സോഡ മേക്കർ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് തന്നെയാണോ? സത്യം പറഞ്ഞ നോക്കിയില്ല. എന്തായാലും കൊള്ളാം. നീ ഇത് ആർക്കൊക്കെ ഇവിടെ വേണമെന്നൊക്കെ ഉള്ളത് ആലോചിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അത് പിന്നെ തീരുമാനിക്കാം. ദീപു, നിങ്ങളുടെ ചോദ്യത്തിലേക്കാണ് കിടക്കണേ. ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് മറ്റൊരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ്. ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവർക്ക് കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയുമായി നമ്മുടെ ഓഡിയൻസ് കേട്ടോ.
ഇവര് കേൾക്കാതിരിക്കാൻ ആ സമയത്ത് വെറുതെ ബി പി ഒന്ന് മുതിക്കളായിരുന്നു. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. I think it is like my acting also. Like I never prepare, but the totality is in your mind. It is unknowingly it is coming, and I always believe some unknown energy is helping you. Not only in acting, every moment of your life. Especially, see, when I do a film, I'll just go and pray. എനിക്കാണ് ചോദ്യം ഏതാണ് വരാൻ പോണെന്ന് അറിയാത്തതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പോ ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. കേട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തത നിങ്ങൾക്ക് കിട്ടിയായിരുന്നു? കിട്ടിയ അതിനകത്ത് വാക്കുകളെല്ലാം കേട്ടു, പഠിച്ചു. ആ ടഫ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ പാസ് പറയാവുന്നതാണ്. അങ്ങനെ ഓഡിയൻസിന് കിട്ടും. നിങ്ങൾ ഇപ്പോൾ കേട്ട ഓഡിയോയിൽ കേട്ടത് ആരുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നതാണ് എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ വേണ്ട, ആരുടെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ മോഹൻലാൽ സാർ. ഇല്ല ഒരിക്കലും ഇല്ല. അങ്ങനെ കള്ളം പറയുന്നു. ഇല്ല ശരിക്കും ഇല്ല, അങ്ങനെയൊന്നും ഫസ്റ്റ് ട്രൈയിൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ മത്സരത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഒരിക്കലും ഫുള്ളൊന്നും കാണാനൊന്നും പറ്റില്ല. അത് അങ്ങനെയാണ്. അത് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തത് ഞാനല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയുന്നു. ഞാൻ മാക്സിമം ശ്രമിച്ചു ഈ ചോദ്യത്തിന് പകരം ഒരു ചോദ്യം എടുക്കാൻ. പക്ഷേ ഉറപ്പാണല്ലോ, ഉറപ്പിച്ചു. എന്നാൽ ഉത്തരം ശരിയാണ്. നമ്മുടെ ഓഡിയൻസിനെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? ഓക്കെ, ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് 45 സെക്കൻഡ് സമയം. ഇത് ഫ്രീ കിട്ടിയതുപോലെയാണെന്ന് കണക്കാക്കിയോ? ഓക്കെ, ടാസ്ക് എന്താണെന്ന് അറിയാൻ മീനാക്ഷി. മിഥുൻ ചേട്ടാ, നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ അടുത്ത ടാസ്കിലേക്ക് പോയാലോ? കൊള്ളാം. ഈ സ്ട്രോ ഇങ്ങനെ എടുക്കുക, പഫ് ചെയ്യുക, അതത് മാച്ചിങ് ഡബ്ബലിലേക്ക് ആ സ്റ്റിക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ശില്പ റെഡി? റെഡി. സെറ്റ് സെറ്റ്. അല്ലേ? ഓടൂ, വരൂ, നേടൂ, ഗോ. സ്ട്രോ എടുത്തോ. സമയമുണ്ട്. ഇനി റെഡ് എടുത്ത് മാച്ച് ചെയ്ത് വെച്ചോ. വെരി ഗുഡ്. എനിക്ക് വയ്യ. നോൺ സ്റ്റിക് ഫ്രൈ പാനും ഇൻഡക്ഷൻ കുക്കറും പിട്ടാപ്പിളിൽ ഏജൻസീസ് നൽകുന്ന ഈ 2 സമ്മാനങ്ങൾ, റെഡ് റിബൺ കിട്ടിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. ആടിപ്പൊളിയായിരുന്നു. കേട്ടോ, എന്താണ് കാലിലുള്ളത്? എന്തെങ്കിലും പ്രോബ്ലം ആണോ? ബൈ ബർത്ത് ബൈ ബർത്ത് ഉള്ളതാണ് അല്ലെ? പക്ഷേ ദ വേ യു ആക്ച്വലി ഡീൽ വിത്ത് ഇറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ നോട്ടീസബിളേ അല്ല. നമ്മളിപ്പോ ചോദിക്കുന്നത് വരെ എനിക്ക് പലരും നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇത് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഓടി അവിടെ പോയി ഫുൾ സാധനം സെറ്റ് ചെയ്ത് വന്നു. അതെ. ഇതിൽ വേറെ എന്തെങ്കിലും നമ്മള് ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ വല്ലതും നടക്കുന്നുണ്ടോ? ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ചെയ്തിരുന്നു. അന്നൊന്നും ആക്ച്വലി നമ്മളെ കോഴിക്കോടൊന്നും MRI സ്കാൻ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ലിസിയിൽ വന്നിട്ടൊക്കെ MRI സ്കാൻ ഒക്കെ എടുത്തു. പക്ഷെ അതിലൊന്നും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ കോയമ്പത്തൂര് പോയി ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു, അപ്പോഴേക്കും ഞാനൊരു 2ാം ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 10% ചാൻസ്, അതെന്ന് വെച്ചാല് നെർവ്സിന്റെ പ്രശ്നമാണ്. അപ്പോ മേ ബി കുട്ടി സംസാരിക്കാതെ ആവും, അല്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നം വരും. ഇനി അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോ അച്ഛനും അമ്മയും പാനിക്കായി. അവര് പറഞ്ഞു ഇപ്പൊ ഒരു നോർമൽ സ്കൂളിൽ കുട്ടി പോണുണ്ട്, അതും കൂടി ഇല്ലാത്ത അവസ്ഥ, പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഒഴിച്ചില് അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തില് ഭയങ്കരമായിട്ട് പാരന്റ്സ് പ്രൊട്ടക്ട് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ വിടൂല ഇവിടെ വിടൂല, ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ബട്ട് വൺസ് കല്യാണം കഴിഞ്ഞ ശേഷം ഡിവോഴ്സ് ലൈക്ക് നീ അവിടെ ഒന്നുമില്ല, അഴിച്ചു വിട്ടിരിക്കുകയാണ്. അച്ഛനമ്മയുടെ വില എപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അതെ. അയ്യോ ശരിക്കും അത് ഭയങ്കര, ഞാൻ പറഞ്ഞ പുള്ളി അവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് പുള്ളി ആരുന്ന സപ്പോർട്ട്, അതൊരു ഭയങ്കര വേറൊരു ലൈനാണ് അത്. ഡെഫിനറ്റ്ലി രണ്ടുപേരും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കളിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. അടിപൊളി. അപ്പൊ ഇത് 2 കിട്ടി. കൺഗ്രാറ്റുലേഷൻ ഓഡിയൻസ്.
ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഓഡിയൻസിന് കൊടുത്താൽ തീർച്ചയായും. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഓഡിയൻസ്. ഇപ്പോഴല്ലേ എനർജി വന്നത്? നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിപ്പോ ലാലേട്ടന്റെ ചോദ്യം, ലാലേട്ടനല്ലേ കേട്ടത്, അപ്പൊ ലാലേട്ടന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഓക്കെ, മോഹൻലാലും അമിതാഭ് ബച്ചനും ഒന്നിച്ചഭിനയിച്ച ഏക മലയാളം സിനിമ. അതാ ഒരാളെ കൈമുക്കി. എന്താണ് പേരെന്താണ്? എന്റെ പേര് അക്ഷയ്. അക്ഷയ്, എന്താണ് ഉത്തരം? കാണ്ഡഹാർ. എന്തു അക്ഷയ്? ഉത്തരം ശരിയാണ് അക്ഷയ്. വരൂ. വരൂ അക്ഷയ്, എവിടെ വീടപ്പോ? വീട് മോറ്റുക. മൂവാറ്റുപുഴ തന്നെയാണ്. നിങ്ങളപ്പോ ഡേ സ്കോളറാ അല്ലേ? ബാക്കി കുറെ പേരൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാർ, കാരണം വാടക കണ്ടല്ലോ ഇത്. ആ ഹോസ്റ്റലിന്റെ സൈഡ് ഒക്കെ പോവാറുണ്ടോ നിങ്ങള്? അല്ല പറഞ്ഞോളൂ, അറിയാൻ വേണ്ടിട്ടാണ്. വാർഡൻ പുള്ളിയെ നോട്ട് ചെയ്തോളൂ കേട്ടോ. പുള്ളിയാണ് രാത്രി വന്ന ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ. ഓക്കെ, അപ്പോ അക്ഷയ് കളിക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് അറിയാനായിട്ട് ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു മീനാക്ഷി. കുലുക്കത്തക്കത്തെയാണ് ചേട്ടാ ഈ റൗണ്ടിലെ നമ്മുടെ ടാസ്ക്. സോ ഈ ഒരു ബൗള് നിറയെ ബോൾസ് ഉണ്ട്. ഇങ്ങനെ കുലുക്കി കുലുക്കി എല്ലാ ബോളും താഴേക്ക് കളയണം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു ഹാവ് 45 സെക്കൻഡ്സ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ കുറ്റാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ വെച്ച് കെട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര ഗിഫ്റ്റ് എടുക്കുക. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കിടക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. അക്ഷയുടെ വിജയം കാത്തൊരു ഗ്രാമം. അപ്പോ ഓടൂ, വാരൂ, നേടൂ. ഇത് കഴിഞ്ഞേ അടൂർ സാറിന് ഒരു ആർട്ട് പടം ഉണ്ട്, അതിൽ അഭിനയിക്കാൻ പോകും. എന്തൊരു സ്ലോ ആണോ താൻ? അവിടെ നിന്ന് ഇറങ്ങി വരണ കണ്ടോ? പക്ഷെ ബുദ്ധിപരമായി എടുത്തെന്ന് പറഞ്ഞുണ്ടല്ലോ. അതായത് നോക്കി വച്ചിരുന്നു ഈ സാധനം. ഇത് അവിടെ പോയി മറ്റേ ചിന്നലി വഴി കണ്ടുപിടിക്കുന്ന പോലെ പോയി എടുത്തിട്ടാണ് വന്നത്. ആദ്യം അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വഴിയിൽ എന്ത് കിട്ടിയോ അതങ്ങ് എടുത്തു. അതാണ് ഒരു എമർജൻസി ലാമ്പ് കിട്ടിയത്. മൂവാറ്റുപുഴയിൽ കറണ്ട് കട്ടൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ ഇതിന് വലിയ ആവശ്യം വരില്ല. രാത്രി എവിടെയെങ്കിലും ഒക്കെ പുറത്തിറങ്ങി കിടക്കും, ഈ വല്ല ഹോസ്റ്റൽ സൈഡിലോ അങ്ങനെ വല്ല ഇറങ്ങി കിടക്കാറുണ്ട്. പക്ഷെ ഇത് പുള്ളി ശ്രദ്ധിച്ച് കണ്ടെടുത്തതാണ്. ഒരു കൂട്ടുകാരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എന്തെടുക്കാം എന്ന് ചിന്തിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഒന്നേ വന്നുള്ളൂ, സോഡാ മേക്കർ. വിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സോഡാ മേക്കർ. സോഡയെങ്കിലും അവർക്ക് കൊടുക്കാമല്ലോ നമുക്ക്, അല്ലേ? കൊടുക്കണേ കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ചേർന്ന് രുക്ന കൈഡി അക്ഷയ്ക്ക്. ഇനി ടൈം ഫോർ റൗണ്ട് 3. റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്നു. ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിലവറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു വരാമെന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ ഇത്തവണ എടുത്തു വരുന്നത് 4 മിസ്റ്ററി ബോക്സിൽ ഒരെണ്ണം. ബട്ട് 4ൽ 2 എണ്ണത്തിൽ നല്ലതാണ്. ആ നല്ലത് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് എല്ലാ ആശംസകളും. ശബിസ്ഥാതുകയും ഇത്തവണ എവരിൽ തുടങ്ങാം അല്ലേ? ഓക്കെ, സോ യോർ ചോയ്സ് ഓഫ് ടോപ്പിക്സ്: കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഈ 6 വിഷയങ്ങളിൽ ഏത് വിഷയം എടുക്കാനാണ് ദീപു ആൻഡ് ശില്പ താല്പര്യം? ശാസ്ത്ര സാങ്കേതികം. ബ്രില്യന്റ് ചോയ്സ്. ക്വസ്റ്റ്യൻ പ്ലീസ്. CCTVയിലെ CC എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബസറപ്പുറത്തുണ്ടോ? അല്ലാതെ തന്നെ ഉത്തരം പറയാം. ക്ലോസ്ഡ് സർക്യൂട്ട് എന്നുള്ളതാണ് പറയുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് CCTVയിലെ CCക്ക് ഉള്ളത്. ഈ ഉത്തരം ശരിയാണ്.
ക്ലോസ് സർക്യൂട്ട് എന്നുള്ളത് തന്നെയാണ് CCTVയിലെ CCയുടെ ഫുൾ ഫോം. അപ്പൊ തീർച്ചയായും 45 seconds of time in the Nilavara is all yours. മീനാക്ഷി, ഇപ്രാവശ്യം നമ്മൾ ഇത്തിരി വെയിറ്റ് മെഷീൻ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാ, കാര്യമായിട്ടുള്ള പരിപാടിയാ. സോ എന്റെ കയ്യില് സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇതിൽ നിന്നും ഇങ്ങനെ ഒരു കാർഡ് എടുക്കുക, ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ യുവർ ലിപ്സ്, ഓക്കെ, ഇങ്ങനെ പിടിക്കുക. ഇതിൽ നിന്ന് ഇങ്ങനെ പൗഡർ എടുക്കുക. ഡു നോട്ട് യൂസ് യുവർ ഹാൻഡ്സ് കേട്ടോ, കൈ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിപ്പം കാണിച്ചു തരുന്നില്ല, കാരണം എന്റെ ലിപ്സ്റ്റിക് പോകും. അപ്പം അങ്ങനെ കുറച്ച് പൗഡർ ഇങ്ങനെ എടുക്കുക ആൻഡ് ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കും, മിനിമം 15 grams എങ്കിലും വേണം. ദീപു റെഡിയല്ലേ? യെസ്, ഉറപ്പല്ലേ ദീപു? തീർച്ചയായിട്ടും. ഓടൂ, വാരൂ, നേടൂ, ഗോ. ചേട്ടാ വേഗം വാ ചേട്ടാ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ. 45 seconds ആണുള്ളത്. 15 gram മിനിമം നമുക്ക് വേണം. യെസ് യെസ്, കുറച്ചുകൂടെ വേണ്ടേ ചേട്ടാ? 5 gram ആയിട്ടുള്ളൂ. നമുക്ക് 15 gram വേണം. സമയമുണ്ട്, അതൊന്നും പേടിക്കണ്ട. 6 gram, 9 grams ആയിട്ടോ ചേട്ടാ. 9 more seconds. 7, 6, 5, 4, 3, 2, 1. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. 12 ഗ്രാമേ ആയിട്ടുള്ളൂ. ഒരു 3 ഗ്രാമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദീപു വേഗം നെക്സ്റ്റ് ടൈം. ആ ശില്പ മുട്ടൊക്കെ തളവിട്ട് നിൽക്കുക. ഹാർഡ് ലക്ക് ദീപു, ഹാർഡ് ലക്ക്. പക്ഷേ ഞാൻ പറയാം, തമാശല്ല, ദീപു ഭയങ്കര സ്ലോ ആയിട്ട് അത് എടുത്തത്. ദീപു ഇതിന് ഒരു കുറച്ചുകൂടി സ്പീഡ് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അകത്ത് കയറി കഴിഞ്ഞാൽ സമയം നമുക്ക് കിട്ടും. ശരി, എന്തായാലും നമുക്ക് എവർക്കുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? യുവർ ചോയ്സ് ഓഫ് ടോപ്പിക്സ്: കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, കായികം, ആനുകാലികം, സാഹിത്യം. ലിറ്ററേച്ചർ, സാഹിത്യം, അതാണ് ഇഷ്ടം. ബ്യൂട്ടിഫുൾ. റീഡിംഗ് ഹാബിറ്റ് ഉണ്ടോ? തമ്മിൽ ഭേദം തൊമ്മൻ. അങ്ങനെ എടുത്തതാണല്ലേ? വായനാശീലമില്ല. വായിക്കും. സോ ലെറ്റ്സ് ഗോ ഇൻടു ദ ക്വസ്റ്റ്യൻ. പ്രശസ്ത കഥാപാത്രമായ ജെയിംസ് ബോണ്ടിന് നൽകിയിട്ടുള്ള കോഡ് നമ്പർ എന്താ? യെസ്, അതൊന്നുമല്ല, അതല്ല, 5 അല്ല, 007. 2 സീറോ ഉള്ള ഉറപ്പാണ്. 007. ഒരു സീറോയും കൂടി ആഡ് ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഇത് ബുക്കിലാണ്, സിനിമയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 007 ആണ്. എന്തായാലും 007 ഭയങ്കര ഓബ്വിയസ് ആൻസർ ആണ്. അതുകൊണ്ട് ഞാൻ ഒട്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ. ഞാൻ വിചാരിച്ചു ജെയിംസ് ബോണ്ട് എഴുതിയതാരെന്നെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇവരെ ഒന്ന് കൊടുക്കായിരുന്നു. പക്ഷേ നമ്പറാണ് ചോദിച്ചത്, അതുകൊണ്ട് ഒട്ടും തന്നെ പ്രയാസം ഉണ്ടായില്ല. ടാസ്കിലൂടെ കിടക്കാം. ടാസ്ക് എന്താണെന്ന് അറിയാൻ ലെറ്റ്സ് ഗോ ടു നിലവറ റാണി മീനാക്ഷി സുധീർ. ബലൂൺ എയർ ആണ് നമ്മുടെ ഈ ലെവലിലെ ടാസ്ക് വരുന്നത്. 9 ബലൂൺസ് ഉണ്ട് ആ ഒരു ബോർഡിൽ. അതിൽ ഒരു 3 ബലൂൺ എറിഞ്ഞ് പൊട്ടിച്ചാൽ മതി, ദാ ഇവിടെ നിന്നുകൊണ്ട്. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അഗൈൻ നമ്മുടെ മുമ്പിൽ 4 മിസ്റ്ററി ബോക്സ് തന്നെയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ റൗണ്ടിൽ ഒരു മിസ്റ്ററി ബോക്സും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഭാഗ്യമാണ്. ടെസ്റ്റ് യുവർ ലക്ക്. ആൻഡ് ഇതെല്ലാം ചെയ്യാനുള്ള സമയം ഇസ് 45 seconds. ഓക്കേ ആതിര, ഓൾ സെറ്റ്? യെസ്. ഓടൂ, വാരൂ, നേടൂ, ഗോ. Come on ആതിര, come on. 3 ബലൂൺ എറിഞ്ഞ് പൊട്ടിച്ചാൽ മതി. അയ്യോ, എങ്ങനെ മുന്നുള്ള ആളാണോ? വെരി ഗുഡ്. മിസ്റ്ററി ബോക്സ് എടുത്തോ. ഞാൻ ആദ്യത്തെ ലാട്ടറി കണ്ടപ്പോ മിക്കവാറും ആ ഗ്ലാസ് പൊട്ടിക്കാനുള്ള ശ്രമമാണെന്ന് കരുതി. ആദ്യത്തെ ട്രയലായിരുന്നു. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞെട്ടിച്ചു വന്നു. 2 ഒരുമിച്ച്. എന്തായാലും ഇട്ടിരിക്കുന്ന മിസ്റ്ററി ബോക്സ് കളിച്ചത് ഗംഭീരമായി. ഫാസ്റ്റ് ആയിരുന്നു, ക്വിക്ക് ആയിരുന്നു. ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു 10 seconds അല്ലേ? വിത്ത് 10 seconds യു കെയിം ബാക്ക് ഹിയർ. അപ്പൊ അത് ഭയങ്കര സംഭവമല്ലേ? വിൽ ഓപ്പൺ. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഗുഡ്, ഇറ്റ് ക്യാൻ ബി ബാഡ്, ബട്ട് യു ഹാവ് ഹാഡ് എ ഗുഡ് റൺ. നല്ല രീതിയിലുള്ള ഒരു റണ്ണാണ്. നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് എല്ലാവരും, അത് പറയാതിരിക്കാൻ പറ്റില്ല. സോ മൂവിങ് ഇൻ. ഏറ്റവും എനിക്ക് സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ടാസ്ക് ചെയ്തതേ ഇല്ല, എന്നിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് സ്റ്റിൽ ഇൻ ദ ഗെയിം. നിങ്ങൾ ഗംഭീരമായിട്ട് ടാസ്ക് ചെയ്തു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് വലിയൊരു ക്രെഡിറ്റ് തന്നെ കൊടുക്കണം. അവിടെ ചെന്ന് പക്ഷെ എടുത്തുകൊണ്ടുവന്ന ബോക്സ്, അതാണ് ഡബിൾ ട്രബിൾ. ഇതും കടന്നു പോകണം, എങ്കിലേ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ഇനി അവർ മാത്രമായിരിക്കും അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. ആൻഡ് റിയലി സോറി ടു സേ you'll have to drink better water from now. It's the water purifier that you won. Congratulations. It's a good prize. ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് കിട്ടിയിരിക്കുന്നത്. മോശാക്കിയില്ല, അവിടെ ചെന്നവ കിട്ടിയത് കറക്റ്റ് ബോക്സ് ആയിരുന്നു. ഒന്ന് പേടിച്ച് മാത്രമല്ല പോകാനായിട്ട് ചെരുപ്പൊക്കെ ഇട്ടല്ലോ. റെഡി ആയി നിൽക്കുമായിരുന്നു പോകാനാണെ പെട്ടെന്ന് പോലെ. ഗംഭീരമായി കേട്ടോ. Are you guys ready for round 4? Now round number 4. Power of 2. 2 നേട്ടം. ഈ റൗണ്ട് കടക്കണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ 3 ചോദ്യങ്ങൾ. അതിനകത്ത് 2 ചോദ്യങ്ങളെങ്കിലും ഒരു ടീം ആൻസർ ചെയ്തേക്കണം റൈറ്റ് ആയിട്ട്. And it's a buzzer round. Let's go into question number 1. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹാൻഡ്സ് ഓൺ ദ ബസർ. ഏത് കിഴങ്ങിനെയാണ് ഇംഗ്ലീഷിൽ ചൈനീസ് പൊട്ടറ്റോ എന്ന് വിളിക്കുന്നത്? Oh yes, I saw them go first. ശിൽപ. കൂർത്ത. കൂർക്ക. നമ്മുടെ കൂർക്ക. അതിനെ ചൈനീസ് പൊട്ടറ്റോ എന്നാണല്ലോ വിളിക്കുന്നത്. അതെ. അതെ. And then you're absolutely right. ഒരു ചോദ്യം അവർ ഉത്തരം നൽകി കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിനും കൂടി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ you guys are out. അടുത്ത ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം നൽകുന്നതെങ്കിൽ പിന്നെയുള്ള ചാൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ ടൈ ബ്രേക്കർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലുള്ള ഏത് ബാങ്കിന്റെ ലോഗോയിലാണ് ത്രിവേണി സംഗമം കാണാൻ സാധിക്കുക? ബാങ്ക് ഓഫ് ബറോഡ. ഉറപ്പായിട്ടുള്ള ഉത്തരവാണെങ്കിൽ മാത്രം കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഐ എം ടെലിംഗ് യു യു ആർ ഓൾവേസ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ ഉത്തരം 2 പേര് ഉത്തരം പറഞ്ഞില്ലെങ്കിലും യു ഗൈസ് ആർ ഔട്ട് ഓഫ് ദ ഗെയിം. ഉറപ്പായിട്ടുള്ള ഉത്തരമാണെങ്കിൽ മാത്രം ഞാൻ ഒഫീഷ്യൽ ആൻസർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഐ എം റിയലി സോറി, വി ഹാവ് ടു റൺ ഓൺ. വേഗം. അറിയില്ല. 2 പേർക്കും അറിയില്ല. അറിയില്ല. 2 പേർക്കും അറിയില്ല. പറഞ്ഞു നോക്കൂ. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഒഫീഷ്യൽ ആൻസർ ആയിട്ട് പറയുകയാണ് അല്ലേ? റോങ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് റോങ് ആണ്. ആൻഡ് യൂസർ ബാങ്ക് ഓഫ് ബറോഡ, ദാറ്റ്സ് ഓൾസോ റോങ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇറ്റ്സ് അലഹബാദ് ബാങ്ക്. ഓക്കെ, ആലോചിച്ചിട്ട് പോലില്ല. ഈ ത്രിവേണി സംഗമം അവിടെയാണെന്നാണല്ലോ സങ്കല്പം, അതുകൊണ്ടാണ്. പഞ്ചാബാണെ 5 നദി വേണ്ടേ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങള് യാത്ര is almost over, but you can actually end this as well if you know the answer. Last question. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് പോണില്ല അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ നൽകിയ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പെട്ടിയിൽ എപ്പോഴും സൂക്ഷിച്ചു. ഏതാണ് ആ പുസ്തകം? ഭയങ്കര ഫേമസ് ബുക്ക്. ഐ ന്യൂ ദിസ്. പേര് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബുക്കാണ്. പറ ദീപു. ദീപു വായിക്കുന്ന പുസ്തകം പറയൂ. അയ്യേ, മുത്തച്ചിപ്പിന്നൊന്നും പറയല്ല. അയ്യോ, വലിയ പുസ്തകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രക്ഷയില്ല. കിട്ടുന്നില്ല. എല്ലാവർക്കും അറിയാം ഈ പുസ്തകത്തിന്റെ പേര്. ക്ലൂ ഉണ്ടോ? ക്ലൂ അറിയോ? ഇതിന് എന്ത് ക്ലൂ തരാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. This the face that most I'll have to actually wind this up. Audience, ആരുടെയും കയ്യിൽ ഉത്തരവുണ്ടോ? മാഡം എന്തോ പറഞ്ഞു? മാക്ബത്താ? ഷേക്സ്പിയർ എഴുതിയ മാക്ബത്താണോ? വാദം മാഡം. ഇവിടെ കല്ലില്ലല്ലോ എനിക്ക്. ഇല്ല, ഒത്തില്ല, ഇത്രയും ഒത്തിട്ടില്ല. സത്യമായിട്ട് ഒത്തില്ല. മൈക്കും പറയണ്ട കേട്ടോ. ഇല്ല, രക്ഷയില്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മുടെ ഈ ഒരു ഗെയിം അവസാനിക്കുന്നത്. ഇനി ഉത്തരം മനസ്സിലായോ? ഇല്ല, കിട്ടുന്നില്ല പേര്. ഓമർ എഴുതിയത് 2 വലിയ കാവ്യങ്ങളാണ്.
ഒന്നിന്റെ പേര് ഒഡീസി, മറ്റേതിന്റെ പേര് ഇല്ലിയാഡ്. ഇല്ല. And Iliad was the one book that Alexander the Great used to travel. Okay? But great game all of you. So, എല്ലാവരും have a great night and see you all in the next episode. Take care and bye everyone.